Maxwell's equations. Let us discuss the inconsistency of Ampere's law and Maxwell's modification. These are the basic laws of electrodynamics before Maxwell. These are the basic laws regarding electricity and magnetism before Maxwell. ഒന്നാമത്തെ law ആണ് del dot E equal to rho by epsilon 0. Second is del dot B equal to 0. Third is del cross E equal to minus dot B by dot T. And the fourth equation del cross B equal to mu 0 J. And the first law is called Gauss law. Del cross E equal to minus dot B by dot T is called Faraday's law. And del cross B equal to mu 0 J is called Ampere's law. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. Now, let us take the divergence of equation 3. So this is the equation 3. Del cross E equal to minus dot B by dot T. ഈ ഇക്വേഷന്റെ ഡൈവർജൻസ് എടുക്കുക, ബോത്ത് സൈഡ്സ് LHSലും RHSലും ഡെൽ ഡോട്ട് എടുക്കുക. ദാറ്റ് മീൻസ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് E ഈക്വൽ ടു ഡെൽ ഡോട്ട് മൈനസ് ഡോട്ട് ബി ബൈ ഡോട്ട് ടി. നൗ LHSലുള്ളതിന്റെ മീനിങ് എന്താണ്? ഡൈവർജൻസ് ഓഫ് എ കേൾ ഓഫ് E. ഡൈവർജൻസ് ഓഫ് കേൾ ഈസ് ആൾവേസ് 0. അതുകൊണ്ട് തന്നെ LHS എന്ന് പറയുന്നത് ആൾവേസ് 0 ആണ്. ഇതിന് RHSന് നമുക്ക് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലോട്ട് എഴുതാം. മൈനസ് ഡോ ബൈ ഡോട്ട് ടി ഓഫ് ഡെൽ ഡോട്ട് ബി എന്ന് എഴുതാം. ഡെൽ ഡോട്ട് ബി ഈസ് 0. സോ RHS ഈസ് ആൾസോ 0. The LHS is 0 because divergence of curl is 0. The RHS is 0 by virtue of equation 2. Equation 2 എന്താണ്? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇക്വേഷൻ 2 അനുസരിച്ച് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് RHSും 0 ആണ്. അപ്പോൾ LHS ഈക്വൽ ടു 0, RHS ഈക്വൽ ടു 0. ഇറ്റ്സ് ഗുഡ്. Now, let us consider the equation 4. Equation 4 എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു mu 0 J, Ampere's law എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഇക്വേഷന്റെ ഡൈവർജൻസ് എടുക്കുക. That is del dot del cross B equal to del dot of mu 0 J. mu 0 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാം, mu 0 into del dot J. ഇനി ഈ ഇക്വേഷൻ രണ്ട് സൈഡും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. LHS എന്താണ്? LHS is 0 because ഡൈവർജൻസ് ഓഫ് എ കേൾ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട്, ഡെൽ ഡോട്ട് ഓഫ് ഡെൽ ക്രോസ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് LHS 0 ആണ്. RHSലുള്ള ഇക്വേഷൻ നേരത്തെ കണ്ടീഷൻ ഡെൽ ഡോട്ട് ബി ആയിരുന്നു, അപ്പോൾ 0 ആണ്. പക്ഷെ ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് 0 അല്ല. നമുക്കറിയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോട്ട് ഈക്വൽ ടു 0 ഓർ ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു ഡോ റോ ബൈ ഡോട്ട് ടി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോട്ട് ടി ആണ്. ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് മൈനസ് ഡോ റോ ബൈ ഡോട്ട് ടി ആണ്. അഥവാ ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് 0 അല്ല. ദാറ്റ് മീൻസ് LHS 0 ആണ്, RHS 0 അല്ല. So, therefore, equation 4 has some problem. Del cross B equal to mu 0 J എന്ന് പറയുന്ന Ampere's law is inconsistent. So, we need to modify that. And Maxwell modified this Ampere's law. For that, let us consider the first equation, that is del dot E equal to rho by epsilon 0. From this equation, we can find a rho. Equation നമുക്ക് rho calculate ചെയ്യാം, that is rho equal to epsilon 0 into del dot E. Now, we have equation of continuity, that is del dot J equal to minus dou rho by dot T. ഈ ഇക്വേഷനിൽ റോക്ക് പകരം epsilon 0 del dot E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is del dot J equal to minus dou by dot T of epsilon 0 del dot E. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലോട്ട് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ഓഫ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോട്ട് ഇ. ഓർ ഈ RHS ടേമിനെ നമുക്ക് ഇടത്തെ സൈഡിലോട്ട് കൊണ്ടുവരാം. അഥവാ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്ന രീതിയിൽ ഇക്വേഷനെ എഴുതാൻ സാധിക്കും. ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോട്ട് ഇ ഓർ ഡെൽ ഡോട്ട് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡെൽ ഡോട്ട് ഓഫ് ജെ പ്ലസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് നമുക്കറിയാം 0 അല്ല. അതാണ് നമുക്ക് ആംപിയേഴ്സ് ലെവലുള്ള ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ ഇൻകൺസിസ്റ്റൻസി അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഡെൽ ഡോട്ട്
of j plus epsilon 0 dot I by dot t is equal to 0. അപ്പോൾ ജെയുടെ കൂടെ ഈ ഒരു എപ്സിലോൺ 0 dot I by dot t എന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആംബിയസ് ലോയിലുള്ള ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത് സജസ്റ്റ് ചെയ്തത് മാക്സ്വൽ ആണ്. മാക്സ്വൽ സജസ്റ്റഡ് ടു കമ്പൈൻ epsilon 0 dot I by dot t with j in Ampere's law so that the inconsistency can be removed. So Ampere's law എന്ന് പറയുന്നത് നമുക്കറിയാം del cross B equal to mu 0 j ആണ്. അതിൽ ജെയുടെ കൂടെ epsilon 0 dot I by dot t കൂടി ആഡ് ചെയ്തു. So this is the equation. That is del cross B equal to mu 0 j plus mu 0 epsilon 0 dot I by dot t. This extra term, ഈ epsilon 0 dot I by dot t എന്ന് പറയുന്ന ഈ അഡീഷണൽ ടേമിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി. It is represented by j suffix d. jd is equal to epsilon 0 dot I by dot t. Epsilon 0 കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. So we can write dou by dot t of epsilon 0 e എന്ന് എഴുതാം. epsilon 0 e റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു ലെറ്റർ ആണ് d. So it is equal to dou d by dot t. ഈ dou d by dot t അല്ലെങ്കിൽ epsilon 0 dou I by dot t വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി or displacement current. Now let us apply the divergence on both sides of corrected Ampere's law. Ampere's law നമുക്കറിയാം, that is del cross B equal to mu 0 j. del cross B equal to mu 0 j എന്ന് പറയുന്നതാണ് Ampere's law. അതിൻ്റെ മുകളിൽ നമുക്ക് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടായി. ആ ഇൻകൺസിസ്റ്റൻസി സോൾവ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് മാക്സ്വൽ അതിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി. അതിനെ വിളിക്കുന്ന പേരാണ് കറക്റ്റഡ് ആംപിയേഴ്സ് ലോ എന്ന് പറയുന്നത്. മാക്സ്വെലിന്റെ കറക്റ്റഡ് ആംപിയേഴ്സ് ലോ. ഈ കറക്റ്റഡ് ആംപിയേഴ്സ് ലോയെ നമ്മൾ ഡൈവർജൻസ് എടുത്ത് നോക്കുകയാണ്. ലെറ്റ് us check what happened. So this is the corrected Ampere's law. Del cross B equal to mu 0 into j plus epsilon 0 dot I by dot t. ഇതാണ് കറക്റ്റഡ് ആംപിയേഴ്സ് ലോ എന്ന് പറയുന്നത്. ഈ കറക്റ്റഡ് ആംപിയേഴ്സ് ലോ മാക്സ്വൽ കറക്റ്റ് ചെയ്ത ഈ ആംപിയേഴ്സ് ലോയിലെ ഡൈവർജൻസ് എടുത്ത് നോക്കുകയാണ്. del dot of LHS equal to del dot of RHS. Here LHS is 0. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെയാണ്. ഡൈവർജൻസ് of curl is 0, so LHS is 0. What about RHS? LHS 0 ആണ് നമുക്ക് മനസ്സിലായി. RHSനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക? ഈ ടേം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു del dot j equal to മൈനസ് del dot of epsilon 0 dot I by dot t നമുക്ക് കിട്ടിയിരുന്നു. അഥവാ del dot j plus del dot of epsilon 0 dot I by dot t equal to 0. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. സോ ഇവിടെ നമ്മൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക. RHSൽ എന്താണുള്ളത്? mu 0 കോൺസ്റ്റന്റ് ആണ്. എടുത്തു കഴിഞ്ഞാൽ del dot j plus del dot epsilon 0 dot I by dot t. That term is 0. അത് 0 ആയതുകൊണ്ട് RHS 0 ആണ്. LHS നേരത്തെ പറഞ്ഞ ഡൈവർജൻസ് ഓഫ് കേൾ 0 ആയതുകൊണ്ട് LHS 0 ആണ്. സോ ആ ഇൻകൺസിസ്റ്റൻസി ഇവിടെ ഇല്ല. So based on this we got 4 equations in electrodynamics regarding electricity and magnetism. These 4 equations are known as Maxwell's equations. So Maxwell equations എന്ന് പറഞ്ഞാൽ these are the 4 equations which represents divergence and curl of electric and magnetic field. Divergence and curl of electric and magnetic field. Del dot E equal to 1 by epsilon 0 into rho. Del dot B equal to 0. Del cross E equal to minus dot B by dot t. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. അഡീഷണൽ ആയിട്ട് വരുന്ന ടേം ഇതാണ്. del cross B equal to mu 0 j plus mu 0 epsilon 0 dot I by dot t. ആംപിയേഴ്സ് ലോയിൽ ഉണ്ടായിരുന്നത് del cross B equal to mu 0 j എന്നാണ്. അതിന് കൂടെ ഒരു ടേം കൂടി ആഡ് ചെയ്യപ്പെട്ടു mu 0 epsilon 0 dot E by dot t. ഈ ഇക്വേഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്സ്വെൽസ് ഇക്വേഷൻ. Now ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ മാക്സ്വെൽ ഇക്വേഷൻ is a general equation. Now let us discuss the Maxwell equation in free space. Let us discuss the Maxwell equation in free space. Free space ന് ഒരു പ്രത്യേകതയുണ്ട്. In free space rho is equal to 0, j equal to 0. Current density 0 ആണ്, charge density 0 ആണ്. In free space rho is equal to 0 and j is equal to 0. So what about our general equation? General equationൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ general equation. അതിൽ rho 0 ആയി കഴിഞ്ഞാൽ del dot t എന്ന് പറയുന്നത് 0 ആയിരിക്കും. j വരുന്നത് ഈ ടേമിലാണ്, ലാസ്റ്റ് ഫോർത്ത് ടേമിലാണ്. അവിടെ j 0 ആയി കഴിഞ്ഞാൽ mu 0 j എന്ന് പറയുന്ന ആ ഒരു ടേം മാത്രം 0 ആയിരിക്കും. സോ ഫ്രീ സ്പേസിനെ സംബന്ധിച്ചിടത്തോളം we will get the equation del dot E equal to 0, del dot B equal to 0, del cross E equal to minus dot B by dot t, del cross B equal to mu 0 epsilon 0 dot E by dot t. So
that's about Maxwell equation in free space. Free spaceലുള്ള ഇക്വേഷൻ ഇതാണ്. del dot E equal to 0, del dot B equal to 0, del cross E equal to minus dou B by dot T, and del cross B equal to mu 0 epsilon 0 dou E by dot T. ഇവിടെ ഒന്നാമത്തെ ടേം റോ 0 ആയതുകൊണ്ട് റോ ബൈ എപ്സിലോൺ 0 എന്നാണ്, ആ ടേം 0 ആയിട്ട് പോകും. അവസാനത്തെ ടേമിനെ സംബന്ധിച്ചിടത്തോളം mu 0 j എന്ന് പറയുന്ന ഒരു ടേം കൂടി ഉണ്ടായിരുന്നു, ആ ഒരു ടേം ഇവിടെ 0 ആയിട്ട് പോകും. ഇതാണ് Maxwell equation in free space. Next topic, magnetic charge. Now consider the equation, Maxwell equation in free space. Free spaceലുള്ള Maxwell equation നമുക്ക് 4 ഇക്വേഷൻ ആണുള്ളത്. del dot E equal to 0, del dot B equal to 0, del cross E equal to minus dou P by dot T, del cross B equal to mu 0 epsilon 0 dou E by dot T. ആ ഇക്വേഷൻ ഞാൻ ഈ രീതിയിലോട്ട് എഴുതി. ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസ് ആദ്യം എഴുതി, മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേംസ് രണ്ടാമതായിട്ട് എഴുതി. അതായത് del dot E equal to 0, del cross E equal to minus dou B by dot T, del dot B equal to 0, del cross B equal to mu 0 epsilon 0 dou E by dot T. ഈ ഇക്വേഷൻസിന് ഒരു സിമ്മട്രി ഉണ്ട്. Let us discuss that. If you replace E by B and if you replace B by minus mu 0 epsilon 0 E, the first pair of equation turns into the second and vice versa. ഒന്നാമത്തെ പെയർ ഓഫ് ഇക്വേഷൻ ശ്രദ്ധിക്കുക, del dot E equal to 0. ആ del dot Eയിലെ Eക്ക് പകരം നമ്മൾ B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പെയറിലെ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഒന്നാമത്തെ ഈ റെഡ് കോളത്തിനകത്തുള്ള രണ്ട് ഇക്വേഷൻ, ഒന്നാമത്തെ പെയർ ഓഫ് ഇക്വേഷൻ, അതിനെ നമ്മൾ del dot E equal to 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇയെ ഞാൻ B കൊണ്ട് ചേഞ്ച് ചെയ്യാം. ദാറ്റ് മീൻസ് del dot B equal to 0. ആ del dot B equal to 0 എന്നാൽ അത് ഈ ഒരു ഇക്വേഷൻ ആണ്. വി ക്യാൻ സീ ദാറ്റ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ പെയറിലുള്ള ഈ ഒരു ഇക്വേഷൻ del cross E equal to minus dou B by dot T എന്ന് പറയുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അതിൽ ഇയെ ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത് വിത്ത് ബി ആണ്. ഐ ഹാവ് ടു ചേഞ്ച് ഇ വിത്ത് ബി. അപ്പോൾ del cross ഇയിൽ ഇ ചേഞ്ച് ചെയ്ത് ബി ആക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിരിക്കും? del cross B equal to, let us see the equation. രണ്ടാമത്തെ പെയറിലെ രണ്ടാമത്തെ ഇക്വേഷൻ del cross B equal to, LHS കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ RHSൽ എന്താ സംഭവിക്കുക? മൈനസ് ഡോ ബി ബൈ ഡോ ടി, അവിടെ ബിക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മൈനസ് mu 0 epsilon 0 E എന്നാണ്. ഈ മൈനസ് ഡോ ബി ബൈ ഡോ ടിയിലെ ബിക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മൈനസ് mu 0 epsilon 0 E ആണ്. അപ്പോൾ ഇവിടെ ബിക്ക് പകരം മൈനസ് mu 0 epsilon 0 E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് മൈനസ് mu 0 epsilon 0 E. രണ്ട് മൈനസ് ഉണ്ട്, ഫസ്റ്റ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ഡോ ബൈ ഡോ ടി ഓഫ് mu 0 epsilon 0 E. mu 0 epsilon 0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുത്ത് എഴുതുക. ദെൻ mu 0 epsilon 0 ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് E. ഇത് തന്നെയല്ലേ ഈ ഇക്വേഷൻ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഈ പെയർ ഓഫ് ഇക്വേഷൻ del dot E equal to 0, del cross E equal to minus dou B by dot T എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇക്ക് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിക്ക് പകരം മൈനസ് mu 0 epsilon 0 E സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഒന്നാമത്തെ പെയർ ഓഫ് ഇക്വേഷൻസ് രണ്ടാമത്തെ പെയർ ഓഫ് ഇക്വേഷൻസ് ആയിട്ട് മാറും. ഇതൊരു സിമ്മട്രിയാണ്, തിരിച്ചും മാറും. പക്ഷേ ഇത് മാക്സ്വെൽ ഇക്വേഷൻ ഫ്രീ സ്പേസിന്റെ കേസിലാണ്. ജനറൽ മാക്സ്വെൽ ഇക്വേഷന്റെ കേസിൽ നമുക്കിത് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. Then if you want to apply that in general Maxwell equation എന്ന് പറഞ്ഞാൽ del dot E equal to rho by epsilon 0 ആണ് അവിടെ കിട്ടുക. അതുപോലെ mu 0 j എന്ന് പറയുന്ന ഒരു ടേം del cross B യുടെ കൂടെ ആയിട്ടുണ്ടാവും. സോ അവിടെ we have to do some changes. This symmetry equation can be extended to general Maxwell equations. Then this will be the form of general Maxwell equation. ഈ രീതിയിലോട്ട് നമ്മൾ അതിനെ മാറ്റി എഴുതേണ്ടി വരും. Then only we can apply that. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്, റിയൽ കേസ് അല്ല. We will discuss that. So we have to modify the general Maxwell equation like this in order to get that symmetry. So del dot E equal to 1 by epsilon 0 into rho എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി ആണ്. അതുകൊണ്ട് നമ്മൾ അതിന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ സഫിക്സ് യൂസ് ചെയ്ത് E എന്ന് പറയുന്നു. So the rho E. Then del dot B equal to 0 പകരം ഒരു കോൺസ്റ്റന്റ് ആണ്, which is mu 0 into rho m, where rho m is the magnetic charge density. And del cross E equal to minus dou B by dou T ആണ്. അതിന് അഡീഷണൽ ഒരു ടേം കൂടി മൈനസ് mu 0 jm. ഇവിടെ jm എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് കറന്റ് ഡെൻസിറ്റി. അവസാനത്തെ ഇക്വേഷൻ നമുക്ക് അറിയാം, del cross B equal to mu 0 j plus mu 0 epsilon 0 dou E by dou T.
ആ ജെ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി ആയതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ഇ എന്ന് റെപ്രസെന്റ് ചെയ്തു. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷനിൽ യാതൊരു ചേഞ്ചും ഇല്ല. അവിടെ റോ എന്ന് പറയുന്നതിന് നമ്മൾ റോ ഇ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റോ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സഫിക്സ് ഇ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. നാലാമത്തെ ഇക്വേഷനിൽ ഒരു മാറ്റവും ഇല്ല. അവിടെ ജെക്ക് പകരം ജെ ഇ എന്ന് റെപ്രസെന്റ് ചെയ്ത് ഇൻ ഓർഡർ ടു റിയലൈസ് ഇറ്റ് ഈസ് ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി. രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ മാറുന്നുണ്ട്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോക്ക് പകരം ദാറ്റ് ഇക്വേഷൻ വിൽ ബി ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ റോ എം ആൻഡ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് മ്യൂ സീറോ ജെ എം മൈനസ് ഡോ പി ബൈ ഡോട്ട് ഇ. ബേസിക്കലി റോ എം എന്ന് പറയുന്നതും ജെ എം എന്ന് പറയുന്നതും സീറോ ആണ്. ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷന് നമുക്ക് പഴയ ടേം ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോട്ട് ഇ എന്ന് എഴുതാൻ സാധിക്കും. ബിക്കോസ് മൈനസ് മ്യൂ സീറോ ജെ എന്ന് പറയുന്നത് ഇൻ റിയാലിറ്റി ഇറ്റ് ഇസ് സീറോ. ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് സീറോ. ഫൈൻ. ഇവിടെ റോ ഇ എന്ന് പറയുന്നത് നമുക്ക് ആൾറെഡി അറിയാവുന്ന റോ എൻ, അതിന് നമ്മൾ സഫിക്സ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി. ആൻഡ് റോ എം ഈസ് കാൾഡ് മാഗ്നറ്റിക് ചാർജ് ഡെൻസിറ്റി. ജെ ഇ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ജെ ആണ്. അതിനെ നമ്മൾ ജെ ഇ എന്ന് റെപ്രസെന്റ് ചെയ്തു, വിച്ച് ഈസ് ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി. ആൻഡ് ജെ എം വിച്ച് ഈസ് മാഗ്നറ്റിക് കറണ്ട് ഡെൻസിറ്റി. റോ ഇ ഈസ് ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി ആൻഡ് ജെ ഇ ഈസ് ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി. നമ്മൾ നേരത്തെ റോ എന്നും ജെ എന്നും വിളിച്ച കാര്യങ്ങളെ നമ്മളിപ്പോൾ റോ ഇ എന്നും ജെ ഇ എന്നും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അഡീഷണൽ ആയിട്ട് വരുന്ന ടേം റോ എം ആൻഡ് ജെ എം. റോ എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ചാർജ് ഡെൻസിറ്റി ആണ്. ജെ എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് കറണ്ട് ഡെൻസിറ്റി ആണ്. ഇറ്റ് ഡസൻറ്റ് റിയലി എക്സിസ്റ്റ്. It's a hypothetical quantity. Magnetic charge is an hypothetical entity. As far as we know, it is zero everywhere. And same in the case of Jm also, it is also zero. Nobody could ever find magnetic charge like electric charge. But this concept is used in the case of quantum theory of electrodynamics. In a similar way, we have continuity equation also. നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ച കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇതാണ്. ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോട്ട് ഇ ഓർ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോട്ട് ഈക്വൽ ടു സീറോ. ആ ജെക്ക് പകരം നമ്മൾ അത് ആക്ച്വലി ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റിയും ആയതുകൊണ്ട് അതിനെ നമ്മൾ ഇ എന്ന് പറയുന്ന ഒരു സഫിക്സ് ഉപയോഗിച്ച് അതിനെ ഈ രീതിയിലോട്ട് മാറ്റി എഴുതി. ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ ഇ ബൈ ഡോട്ട് ഇ. സിമിലർ ആയിട്ട് തന്നെ മാഗ്നറ്റിക് കറണ്ട് ഡെൻസിറ്റി ജെ എമ്മും മാഗ്നറ്റിക് ചാർജ് ഡെൻസിറ്റി റോ എമ്മും ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷനും ഈ രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും.